ഇപ്പൊ ഡാൻസ് ചെയ്യോ? ഭരതനാട്യം ആണെന്ന് തോന്നുന്നു ഭരതനാട്യമാണെങ്കിലും ഞാൻ അങ്ങനെ ഭരതനാട്യം ചെയ്യില്ല. എങ്കിലും സ്വല്പമൊക്കെ ചെയ്തിട്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. ആ, ആ. അല്ല അങ്ങനെ. എപ്പോഴും നമ്മള് അമ്മയുടെ എന്താ പറയാ ഈ ശരീരം ഇങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കാനും നമ്മൾ സൗന്ദര്യം സംരക്ഷിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. ആ സൗന്ദര്യം സംരക്ഷിക്കുക എന്നുള്ളതല്ല എൻ്റെ പ്രധാനം. എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ആ. അല്ലെങ്കിൽ എനിക്ക് വലിയ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഉം, ഉം, ഒരു സിനിമ കാണും എന്നുള്ളത് ശരിയാണ് ടി ഉം. വിയിൽ. അതെ. കുറേ നേരം വായിക്കും. കുറച്ച് നേരം മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഉം. പിന്നെ ചെടികളോട് വലിയ പ്രിയമാണ്. ഈ പോക്ക് വരത്ത് കാരണം പലതും അങ്ങ് നശിച്ചു പോയി. ഗാർഡൻ ഉണ്ട്, പൂന്തോട്ടമൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഉം, ഉം. പച്ചക്കറികൾ വിത്ത് കിട്ടിയാൽ നല്ല വിത്ത് കിട്ടിയാൽ നടാൻ വലിയ ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ ഗ്രാമീണത പാമ്പാക്കുട അതെ, എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. പിറവത്തിനും മൂവാറ്റുപുഴക്കും ഇടയ്ക്കുള്ള. ഇടയ്ക്കുള്ള. അപ്പൊ ആ ഒരു ഗ്രാമീണ ഭംഗിയും ആ നിഷ്കളങ്കതയൊക്കെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ആ വളർന്നു വന്നതിൻ്റെ ആ ഒരു ശീലം കണ്ടായിരിക്കും. ഞങ്ങൾക്കും 10-60 സെൻറ്റ് സ്ഥലം ടൗണിൽ തന്നെ ഉണ്ടായിരുന്ന. ഉം. അപ്പോൾ അവിടെ ആണെങ്കിലും അവിടെ പിന്നെ ജോലിക്ക് ആളുണ്ടായിരുന്നു. എല്ലാം ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ട് ശീലമുണ്ട്. ഉം. എൻ്റെ അമ്മയാണെങ്കിലും ചെടികൾ, എൻ്റെ ഒരു അനിയത്തിയുണ്ട് ഭയങ്കര ചെടിപ്രിയ. ഉം. ഉം. ഒത്തിരി അവർ സ്കൂൾ നടത്തുന്നവരാ. അവരൊക്കെ അതെ, അമ്മയൊക്കെ അതെ. ചെടികളോടൊരു പ്രിയം, എന്തെങ്കിലുമൊക്കെ നടുന്നത് വലിയ സന്തോഷം.